ഛത്രപതി ശിവാജിയെ അപമാനിച്ചുവെന്നാരോപിച്ച് കത്തോലിക്ക പുരോഹിതനെതിരെയുള്ള പോലീസ് കേസ് ഹൈക്കോടതി തള്ളി. ചിക്കാലിം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക വികാരി ഫാദർ പോൾ മാക്സ് പെരേരയ്ക്കെതിരെ 8 മാസം മുമ്പെടുത്ത കേസാണ് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് റദ്ദാക്കിയത്. 2023 ഓഗസ്റ്റ് 4-നാണ് കേസിനാസ്പദമായ സംഭവം. ദേവാലയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഛത്രപതി ശിവാജിയെ അപമാനിച്ചുവെന്നാരോപിച്ച് വൈദികനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര ഹിന്ദുത്വവാദികൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. തുടർന്ന് വൈദികനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സെഷൻസ് കോടതി വൈദികന് ജാമ്യം അനുവദിച്ചെങ്കിലും കേസിന് മേലുള്ള വാദം തുടരുകയായിരുന്നു. എന്നാൽ വൈദികൻ ശിവാജിയെ അപമാനിച്ചിട്ടില്ലെന്ന് കോടതി കണ്ടെത്തി. ഛത്രപതി ശിവാജി ദൈവമല്ല, ഒരു ദേശീയ നായകനാണെന്നും അദ്ദേഹം എല്ലാ മതങ്ങളെയും ആദരിച്ചിരുന്നുവെന്നുമാണ് വൈദികൻ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വൈദികനെതിരായ കേസ് തള്ളിയത്. പൊതുവെ സമാധാനപരമായ ഗോവയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ബാഹ്യ ഘടകങ്ങളെ അനുവദിക്കരുതെന്ന് പോലീസിന് വ്യക്തമായ സന്ദേശമാണ് ഹൈക്കോടതി വിധി നൽകുന്നതെന്ന് മാധ്യമപ്രവർത്തകനായ ജോവിറ്റോ ഫെർണാണ്ടസ് പ്രതികരിച്ചു. വൈദികനെ വെറുതെ വിട്ടതിൽ സഭാ നേതൃത്വവും വിശ്വാസി സമൂഹവും സന്തോഷം പ്രകടിപ്പിച്ചു. അമേരിക്കയിലെ ബാൾട്ടിമോർ തുറമുഖത്തിനടുത്ത് പാലം ചരക്ക് കപ്പൽ ഇടിച്ച് തകർന്നതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായവുമായി കത്തോലിക്ക സന്നദ്ധ സംഘടന. പാലം തകർന്ന ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെയും ജീവനോപാധികളും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി ബാൾട്ടിമോർ രൂപത നടത്തുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് $1 ലക്ഷം സംഭാവന ചെയ്യാനാണ് നൈറ്റ്സ് ഓഫ് കൊളംബസ് സംഘടന തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം മാർച്ച് 26-ന് രാവിലെ കണ്ടെയ്നർ കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് പാലം തകരുകയായിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസത്തിൽ 100 വർഷം പിന്നിട്ടതിന്റെ സന്തോഷത്തിലാണ് ചൈനയിലെ തെക്കു പടിഞ്ഞാറുള്ള ലാനിക്കിങ്ങിലെ അവർ ലേഡി ഓഫ് ലൂർദ് ഇടവകയിലെ വിശ്വാസികൾ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 500-ലധികം കത്തോലിക്കരാണ് ഈ ഇടവകയിലുള്ളത്. ഫ്രഞ്ച് മിഷനറിയായ ഫാദർ പോൾ വിയാലാണ് 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേര് പാകിയത്. ഈ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഫാദർ പോൾ വിയാൽ ഈ ഗോത്ര വിഭാഗത്തെക്കുറിച്ച് പഠനം നടത്തിയ ആദ്യത്തെ വിദേശിയായിരുന്നു. കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും ഫെറോറോ കമ്പനിയുടെ ഫെറോറോ റോഷർ ചോക്ലേറ്റ് പ്രസിദ്ധമാണ്. എന്നാൽ ആ കമ്പനിയും ലൂർദ് മാതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം? കമ്പനിക്ക് തുടക്കം കുറിച്ച മിഖേല ഫെറോറോ ലൂർദ് മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം തൻ്റെ ചോക്ലേറ്റിന് ഫെറോറോ റോച്ചർ എന്ന് പേരിട്ടത് മാതാവിനോട് ആദരം പ്രകടിപ്പിക്കാനാണെന്നതാണ് സത്യം. റോച്ചർ എന്ന വാക്കിൻ്റെ ഫ്രഞ്ച് അർത്ഥം പാറ എന്നാണ്. 1858-ൽ റോച്ചർ ഡി മസാബിയാലെ എന്ന പേരിലുള്ള പാറക്കെട്ടുകൾക്കിടയിലാണ് പരിശുദ്ധ കന്യാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ പാറക്കെട്ടുകളുടെ സാദൃശ്യത്തിലാണ് ചോക്ലേറ്റിന്റെ കവർ പോലും നിർമ്മിച്ചിരിക്കുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.